എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച LD ക്ലർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ഹോൾ റേസ് ടു 1/3. ഇത് എന്താ വരിക? 11 ക്യൂബ് 11 11 121 എന്നറിയാം. 121 ഇൻറ്റു 11 ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പ വഴിയുണ്ട്. കാരണം 121 ഇൻറ്റു 11 ആണ് വെച്ചെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഉള്ളത് ആദ്യം എഴുതുക. 1 1, പിന്നെ ഇത് രണ്ടും കൂട്ട് 3, ഇത് രണ്ടും കൂട്ട് 3, 1 3 3 1 എന്നുള്ളതാണ് ആൻസർ ഇവിടെ 11 ക്യൂബിന് വരിക. അതായത് 121 ഇൻറ്റു 11 1 3 3 1 എന്നാണ് വരിക. ഇനി പ്ലസ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പൊ 400 കൂട്ടി 1 3 7 1. ഇനി മൈനസ് 3, അതായത് ഇതിന്ന് 3 കുറച്ചു. അപ്പൊ എത്രയാണ്? 8 വരും. ഇവിടെ എന്താ വരിക? 28 ആവും. 1 7 2 8. ഇനി ഇത് ഹോൾ റേസ് ടു 1/3. ഇത് എന്തിൻ്റെങ്കിലും ക്യൂബാവും. അപ്പൊ നമ്മൾ ഈ ഒരു ആൻസർ നോക്കുക. ഇതിൽ 2ന്റെ ക്യൂബ് ആവാനാണ് സാധ്യത അല്ലെ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 അല്ലെ? അപ്പൊ 12ന്റെ ക്യൂബ് എത്രയാണെന്ന് നോക്കുക. ഇതാണോ ആൻസർ എന്ന് അറിയാൻ വേണ്ടി. കാരണം ബാക്കി ഒന്നിലും നമുക്ക് വൺസ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5 തന്നെ ഒറ്റയുടെ സ്ഥാനത്ത് വരുള്ളൂ. ഇവിടെ ആവുമ്പോഴോ 4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ വരിക അല്ലേ ഒറ്റയുടെ സ്ഥാനത്ത്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 എന്നാണ് വരിക ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് 8 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആൻസർ എന്ന് നമുക്കറിയാം. എന്നാലും ഒന്നും കൂടി ചെയ്തു നോക്കാം. 12 12 എന്ന് പറയുന്നത് 144 ആണ്. 144 ഇൻറ്റു 12 നോക്കൂ. 24 8, 24 8, 1 2 4 4 1. അപ്പൊ 8 ഇവിടെ 12 1 7 1. അപ്പൊ 1 7 2 8. അതായത് 12ന്റെ ക്യൂബാണ് ഇത് എന്ന് പറയുന്നത്. 1 7 2 8 എന്ന് പറയുന്നത്. അപ്പൊ 12 ക്യൂബ് ഹോൾ റേസ് ടു 1/3. അതെങ്ങനെ ചെയ്യാം? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ ആണ്. അപ്പോൾ 3 ഇൻറ്റു 1/3 എന്ന് വരും. അപ്പൊ 3 ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? 12 റേസ് ടു 1 എന്ന് വരും. അത് 12 ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 8 15 24. ഇത് നോക്കൂ. 2ന്റെ സ്ക്വയർ മൈനസ് 1 ആണ് 3 അല്ലേ? 3ന്റെ സ്ക്വയർ മൈനസ് 1 ആണ് 8. 4ന്റെ സ്ക്വയർ മൈനസ് 1 ആണ് 15. 5ന്റെ സ്ക്വയർ മൈനസ് 1 ആണ് 24. അപ്പൊ ഇനി അടുത്തത് എന്ത് വരും? 6ന്റെ സ്ക്വയർ മൈനസ് 1. അത് എത്രയാണ്? 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടും. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? അതായത് ഒന്നാമത്തേതിൽ 62ഉം രണ്ടാമത്തേതിൽ 48ഉം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 48ഉം 2ഉം 50ഉം 60ഉം എത്രയാണ്? 110 അല്ലെ? ആകെ 110 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ശരാശരി മാർക്ക്. 3 എണ്ണത്തിലും കൂടിയുള്ള ശരാശരി എന്ന് പറഞ്ഞാൽ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 60 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരണം? 60 ഇൻറ്റു 3 180 വരണം അല്ലെ? കിട്ടിയത് എത്രയാണ്? 110 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 180 ആവാൻ ഇനി എത്രയും കൂടിയും വേണം? 70 കൂടിയും വേണം അല്ലെ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ് എന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് പടിഞ്ഞാറ് നിന്ന് വലത്തോട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ. അതായത് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ കിഴക്കോട്ടാണ് സഞ്ചരിക്കണത്. എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. ഇനി എന്താ ചെയ്ത്? അവിടെ നിന്ന് വലത്തോട്ട്
വലത്തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാവും? ഇങ്ങോട്ടാവും അല്ലെ? 3 കിലോമീറ്റർ. പിന്നെന്താണ്? പിന്നെ ഇടത്തോട്ട് 4 കിലോമീറ്റർ. പിന്നെന്താ ഇത് അവിടെ നിന്ന് ഇടത്തോട്ട് 3 കിലോമീറ്റർ തന്നെ. അപ്പൊ ഇവിടെ എത്തി 3 കിലോമീറ്റർ. ഇനി എന്താ ചോദിച്ചേക്കണേ? തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രയായി? 5 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടേക്ക് 4 കിലോമീറ്റർ ആവും. അപ്പൊ 5 4 എത്രയാണ്? 9 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.36 ഇൻറ്റു 6.25 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.06. ഇതിൽ ആദ്യം തന്നെ നോക്കുക നിങ്ങൾ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട് നോക്കൂ. ഇവിടെ 4 സ്ഥാനം, ഇവിടെയും എത്രയുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം. അപ്പൊ പിന്നെ പോയിന്റ് ഉണ്ടാവില്ല നമ്മുടെ ഏതില്? ഉത്തരത്തില്. കാരണം 4 സ്ഥാനം മുകളിലും ഉണ്ട്, 4 സ്ഥാനം താഴെയുണ്ട് വെച്ചെങ്കിൽ പിന്നെ പോയിന്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ്? 36 ഇൻറ്റു 625 ബൈ 5 ഇൻറ്റു 5 ഇൻറ്റു 6. നമ്മൾ എന്താണ്? പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കണക്കാക്കാൻ പോവാണ്. പോയിന്റ് ഇല്ല, കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം മുകളിലും ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം താഴെയും ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. അപ്പൊ 5 ഇൻറ്റു 5 25 25 ഇൻറ്റു 25 625. അപ്പൊ ഇവിടെ 25 ബാക്കി വരിക. ഇവിടെ 6 ആണ് 36. അപ്പൊ 25 ഇൻറ്റു 6 എത്ര വരും? 6 5 30, 3 6 12, 3 15, 150. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. ആദ്യം ഞാൻ എഴുതി നോക്കാം. ആനന്ദിന്റെ അച്ഛൻ, ഫാദർ അല്ലെ? ആനന്ദിന്റെ ഫാദർ ആണ് ഇവിടെ. അവരുടെ സിസ്റ്റർ ആണ് ആരെ? രാഖിയും രേണു അല്ലെ? രേണു. ഈ രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനാവും അല്ലെ? ആനന്ദിന്റെ അച്ഛനാവും. അദ്ദേഹത്തിന്റെ ഭാര്യ, വൈഫാണ് ആരെന്ന് പറയണത്? നിഷ എന്ന് പറയണത്. അപ്പൊ നിഷയും ആനന്ദും തമ്മിൽ എന്താ ബന്ധം? എന്താണ്? മകനാണ്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? എ ആണ് വെച്ചെങ്കിൽ BCD കഴിഞ്ഞ് E ആണ് എഴുതണത്. അപ്പൊ 3 എണ്ണം കഴിഞ്ഞിട്ടാണ്, 3 ലെറ്റർ കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതണത്. P കഴിഞ്ഞ QRS കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതണത്. അങ്ങനെ 3 ലെറ്റർ വീതം കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതണത്. എല്ലാത്തിലും നോക്കുക നിങ്ങൾ, അങ്ങനെയാണ് വരണത്. അപ്പൊ ഇതേപോലെ O കഴിഞ്ഞ Pയും Qവും Rഉം കഴിഞ്ഞ് S ആണ് വരിക. R കഴിഞ്ഞ Sഉം Tയും Uവും കഴിഞ്ഞ് V ആണ് വരിക. A കഴിഞ്ഞ BCD കഴിഞ്ഞ E ആണ് വരിക. N കഴിഞ്ഞ OPQ കഴിഞ്ഞ R ആണ് വരിക. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. ഇതുവരെ എത്തിയാൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ ഒരേ ഒരു ഓപ്ഷനേ അങ്ങനെയുള്ളൂ. കാരണം ഇതുവരെ നമ്മൾ കാണാൻ കാരണം SVE എന്നുള്ളത് ഇതിൽ രണ്ടിലും സെയിം ആയിരുന്നു, ബാക്കിയുള്ളത് സെയിം അല്ല. അപ്പൊ പിന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ ഏതാണെന്ന്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയം പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത്രയും സമയം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നുപോകാൻ എത്ര സമയം വേണം? അതായത് വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. ദൂരം ബൈ സമയമാണ് വേഗത. അപ്പൊ നമുക്ക് ഇതിൽ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത അല്ലെ? ദൂരം ഇവിടെ എത്രയാണ് പറഞ്ഞേക്കണേ? 200 മീറ്റർ ആണ് പറഞ്ഞേക്കണേ. അപ്പൊ ദൂരം 200 മീറ്റർ എന്ന് എഴുതി. വേഗത എത്രയാ പറഞ്ഞേക്കണേ? 60 കിലോമീറ്റർ പെർ മണിക്കൂർ.
അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ മീറ്റർ ആണ് വെച്ചെങ്കിൽ ഇത് കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പൊ അതിന് എന്താ ചെയ്യണ്ടേ? 60നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് വരും? ഇതെന്ന് പറയണത് ഈ 18 മുകളിലേക്ക് പോവും. അപ്പൊ 200 ഇൻറ്റു 18/60 ഇൻറ്റു 5 എന്ന് വരും. അപ്പൊ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ 3 ആവും. ഇവിടെ എന്താവും? 4 ആവും. അപ്പൊ 4 3 12. 12 സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യം നിങ്ങൾക്ക് അറിയണം. 4/3 പൈ ആർ ക്യൂബ് ആണ്. R എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 15 സെന്റിമീറ്റർ ഉള്ളതാണ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പൊ 15 ആണ്. 4/3 പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 15. ഇതാണ് അതിന്റെ വ്യാപ്തം. ആ വ്യാപ്തത്തെ നമ്മൾ എത്രയാക്കി? തുല്യ വലിപ്പമുള്ള 27 തുല്യ വലിപ്പങ്ങളുള്ളവയാക്കി. അപ്പോൾ ഡിവൈഡഡ് ബൈ 27. അപ്പോൾ ഓരോന്നിന്റെയും എന്ത് കണ്ടുപിടിക്കാം? ഓരോന്നിന്റെയും വ്യാപ്തം കണ്ടുപിടിക്കാം അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ആരം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 വീതം ഇതിന്നും 3 എടുത്തു. അപ്പൊ 5 5 5 എന്നാണ് ഇവിടെ വരിക. ഇനി എന്ത് വേണം? അപ്പൊ ഇവിടെ എന്താണ് ഇതെന്ന് പറയണത്? അതായത് 4/3 പൈ ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറയണത് ഏതാണ്? ചെറുഗോളത്തിന്റെ വ്യാപ്തമാണ് അല്ലെ? ഒരു ചെറിയ ഗോളത്തിന്റെ വ്യാപ്തമാണ്. അതായത് 4/3 പൈ ഇൻറ്റു സ്മോൾ R1 എടുത്തു ഞാൻ, ചെറിയ ഗോളത്തിന്റെ ആണെന്ന് അറിയാൻ വേണ്ടി. R1 ക്യൂബ് എന്ന് പറയണത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4/3 പൈ ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. ഈ 4/3 പൈ ഞാൻ അവിടെ തന്നെ വെച്ചത് എന്തുകൊണ്ടാണ്? ഇത് ക്യാൻസൽ ചെയ്ത് കളയാനാണ്. അപ്പൊ R1 ക്യൂബ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. അപ്പൊ R1 എന്ന് പറയുന്നത് എന്ത് വരും? 5 വരും. അപ്പൊ ആരം എത്രയാണ്? 5 എന്ന് കിട്ടി. വേഗത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.